സുഹൃത്തുക്കളെ, ആളുകൾ പലപ്പോഴും പുറംലോകത്തെയാണ് കുറ്റം പറയുന്നത്. എന്റെ സാഹചര്യങ്ങൾ മോശമാണ്, ആരും തുണയില്ല, വിധിയെതിരാണ്, ലോകം ശരിയല്ല എന്നെല്ലാം അവർ വിലപിച്ചേക്കാം. എന്നാൽ ഏറ്റവും വലിയ സത്യം നമ്മുടെ പോരാട്ടം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നതാണ്. നമ്മുടെ ഉള്ളിലെ അവസ്ഥ മാറാത്തിടത്തോളം പുറമേ കാണുന്ന സാഹചര്യങ്ങൾക്കും മാറ്റം വരില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരേ സാഹചര്യത്തിൽപ്പെട്ട് ഒരാൾ തകരുകയും മറ്റൊരാൾ കൂടുതൽ ശക്തനാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യാസം സാഹചര്യങ്ങളിലായിരുന്നില്ല, മറിച്ച് ആ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്ന മനസ്സിന്റെ സ്ഥിരതയിലായിരുന്നു. കൊടുങ്കാറ്റിൽ വേരൂന്നി നിൽക്കുന്ന മരം പിടിച്ചു നിൽക്കുന്നതുപോലെ മനസ്സ് ദൃഢമായിരുന്നാൽ എത്ര വലിയ പ്രശ്നങ്ങളിലും നമ്മളെ തകർക്കാനാകില്ല. എന്നാൽ മനസ്സെപ്പോഴും ദേഷ്യത്തിലും ഭയത്തിലും ഉത്കണ്ഠയിലും ആടിയുലഞ്ഞാൽ പുറമേയുള്ള സന്തോഷങ്ങൾക്കൊന്നും നമ്മളിലേക്കെത്താനാകില്ല. സമാധാനം തേടി നമ്മൾ നിരന്തരം ഓടുകയാണ്, പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യമിതാണ്, യഥാർത്ഥ സുഖം പുറത്തല്ല, നമ്മുടെ ഉള്ളിലെ ബഹളങ്ങൾ അടങ്ങുമ്പോൾ മാത്രമാണ് അത് അനുഭവവേദ്യമാകുന്നത്. മനസ്സ് ശാന്തമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായ സന്തോഷത്തിന്റെ തിരമാലകൾ സ്വയം നമ്മുടെ പടിവാതിലിൽ എത്തിച്ചേരും. മനസ്സ് എന്ന വാക്ക് ചെറുതെങ്കിലും അതിന്റെ സ്വാധീനം നമ്മുടെ ജീവിതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ഇത് നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന അതേ മനസ്സാണ്. ഒരിടത്തിരുന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ നമ്മളെ സഹായിക്കുന്നതും ഈ മനസ്സാണ്. ഈ മനസ്സ് ശാന്തമായാൽ ഉള്ളിൽ ശാന്തിയുടെ ഒരു സമുദ്രം തന്നെ അലതല്ലാൻ തുടങ്ങും. തലച്ചോറും മനസ്സും ഒന്നാണെന്ന് പലരും കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ അവ രണ്ടും വ്യത്യസ്ത ലോകങ്ങളാണ്. തലച്ചോറ് ചിന്തിക്കുകയും യുക്തിപരമായി വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം മനസ്സ് അനുഭവിക്കുകയും ഭയപ്പെടുകയും പ്രതീക്ഷിക്കുകയും പലപ്പോഴും അകാരണമായി അലയുകയും ചെയ്യുന്നു. തലച്ചോറ് ഒരു യന്ത്രത്തെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് ചെറിയൊരു കാറ്റിൽ പോലും തകർന്നുപോയേക്കാവുന്ന ഒരു ലോലമായ രാഗം പോലെയാണ്. നമുക്ക് മനസ്സിനെ പൂർണ്ണമായി കീഴടക്കാൻ കഴിഞ്ഞെന്നു വരില്ല, എന്നാൽ മനസ്സിന് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയും. ഇവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ മനസ്സിന്റെ യജമാനന്മാരാകാതെ അതിന്റെ അടിമകളായി മാറുമ്പോഴാണ് ഈ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മനസ്സ് നിങ്ങളെക്കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടോ? സ്വന്തം ചിന്തകൾ നിങ്ങളെ എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളെ നിങ്ങളിൽ നിന്നകറ്റുന്നത് മനസ്സിന്റെ അശാന്തമായ തിരമാലകളാണ്. ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ പുറമേ നമ്മൾ ശക്തരെന്ന് തോന്നാമെങ്കിലും ഉള്ളിൽ നമ്മൾ ചിതറിക്കിടക്കുകയാണ്. മൊബൈലും ഇന്റർനെറ്റും വാഹനങ്ങളും വീടുകളുമൊക്കെയുണ്ടെങ്കിലും മനസ്സ് ശാന്തമല്ലെങ്കിൽ ഇതെല്ലാം വെറും ബഹളമായി മാറും. മനസ്സിന്റെ ഈ അശാന്തി നമ്മളെ നിസ്സാര കാര്യങ്ങളിൽ പോലും കുടുക്കിയിടുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദിവസം മുഴുവൻ വിഷമം, ഇഷ്ടപ്പെട്ടയാൾ മറുപടി നൽകാതിരുന്നാൽ മനസ്സസ്വസ്ഥം, ചെറിയൊരു നഷ്ടം വന്നാൽ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ. ഓരോ ചെറിയ കാര്യത്തിലും നമ്മളെ തളർത്തുന്ന മനസ്സിന്റെ ഈ ദുർബലാവസ്ഥ കാരണമാണിത്. നമ്മൾ മനസ്സിനെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കല പഠിക്കുമ്പോഴാണ് അതിന്റെ ബലഹീനത ശക്തിയായി മാറുന്നത്. നമ്മുടെ ഭയങ്ങൾ, വിശ്വാസങ്ങൾ, ശീലങ്ങൾ, സ്വഭാവഗുണങ്ങൾ എന്നിവയെല്ലാം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് അവബോധ മനസ്സിലാണ്, അഥവാ സബ്കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ യഥാർത്ഥ കഴിവുകളും സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്ന ഈ ഭാഗം മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ വിധി പോലും മാറ്റിയെഴുതാൻ കഴിയും. എന്നാൽ ഇതിന് നമ്മുടെ മനസ്സ് സ്ഥിരമായിരിക്കണം. ഒരു സ്ഥിരമായ മനസ്സിന് ഏത് സാഹചര്യത്തെയും ശാന്തമായി നിരീക്ഷിക്കാൻ കഴിയും. അത് എടുത്തുചാടി പ്രതികരിക്കാതെ ആലോചിച്ച് തീരുമാനങ്ങളെടുക്കുന്നു. എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും സ്വയം പിടിച്ചു നിൽക്കാൻ അതിന് ശക്തിയുണ്ട്. ജീവിതത്തിൽ സുഖം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. എന്നാൽ സുഖം എന്നത് കമ്പോളത്തിൽ നിന്ന് വാങ്ങാവുന്ന ഒന്നല്ല. അത് മനസ്സിന്റെ സ്ഥിരതയിൽ നിന്നുത്ഭവിക്കുന്ന ഒരനുഭവമാണ്, ഒരവസ്ഥയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുകയും അസ്വസ്ഥതകളെ അടക്കിവെക്കാതെ നിരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ മനസ്സ് പതിയെ ശാന്തമാകും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, പുറത്തു നാം തേടി നടന്ന സുഖം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. ഇന്നത്തെ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയുന്നവരാണ്. എന്തുകൊണ്ട്? കാരണം അവരുടെ മനസ്സ് സ്ഥിരമല്ല. സ്വന്തം ചിന്തകളുടെ തടവറയിലാണവർ. ഓരോ ദിവസവും ഏതെങ്കിലും ഒരു ദുഃഖം അവരെ വേട്ടയാടുന്നു. ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഭയം, മറ്റു ചിലപ്പോൾ കഴിഞ്ഞകാല ഓർമ്മകൾ. എന്നാൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ ഇതേ ദുഃഖം നമുക്ക് ആഴം നൽകും. ഈ വേദന നമ്മളെ കൂടുതൽ ശക്തരാക്കുകയും ലോകത്തെ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. മനസ്സിന്റെ സ്ഥിരത ഒറ്റ ദിവസം കൊണ്ട് നേടാവുന്ന ഒന്നല്ല. അതൊരു പ്രക്രിയയാണ്, ഒരു സാധനയാണ്. എന്നാൽ അതിന്റെ തുടക്കം നമ്മൾ ഒന്നുനിന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ്. എന്റെ മനസ്സ് എന്റെ കൂടെയാണോ അതോ എനിക്കെതിരാണോ? ഈ ചോദ്യം ഇന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയും അതിന്റെ ഉത്തരം സത്യസന്ധമായി മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾ ആ വഴിയിൽ ആദ്യ ചുവടുവെച്ചുവെന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു തിരയും നിങ്ങളുടെ മനസ്സിനെ ഒഴുക്കിക്കളയില്ല, മറിച്ച് നിങ്ങളുടെ സ്ഥിരമായ മനസ്സ് സന്തോഷത്തിന്റെ തിരമാലകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ഓർക്കുക, നിങ്ങൾ മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്ന ദിവസം മുതൽ ലോകം നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും, അല്ലാതെ നിങ്ങൾ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടി വരില്ല.
ചിലപ്പോൾ ജീവിതം ഒരു തുറന്ന മൈതാനം പോലെ തോന്നും. ചുറ്റും കാറ്റും വെളിച്ചവും ആകാശവുമൊക്കെയുണ്ട്. എന്നിട്ടും മനസ്സ് അസ്വസ്ഥമാണ്. ആ അസ്വസ്ഥത മറ്റൊരാൾ കാരണമല്ല, എപ്പോഴും എവിടെയെങ്കിലും അലഞ്ഞുതിരിയുന്ന മനസ്സുകൊണ്ടാണ്. ചിലപ്പോൾ അത് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കും, മറ്റു ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ മുങ്ങിപ്പോകും. ഈ അലച്ചിലിനിടയിൽ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയമായ വർത്തമാനം ഒരു ശബ്ദവുമില്ലാതെ നമ്മളിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്നു. എന്നാൽ മനസ്സ് സ്ഥിരമാകുന്ന ദിവസം ജീവിതത്തിനു മുകളിൽ നിന്ന് ഒരു മൂടൽമഞ്ഞ് നീങ്ങിയതുപോലെ തോന്നും. എല്ലാം വ്യക്തമായി കാണാൻ തുടങ്ങും. സ്വന്തം തെറ്റുകൾ, സ്വന്തം കഴിവുകൾ, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ, സ്വന്തം പാത എന്നിവയെല്ലാം. മനസ്സ് സ്ഥിരമായാൽ ജീവിതം ഒരു ഭാരമായി തോന്നില്ല, മറിച്ച് ഓരോ സ്വരത്തിനും താളത്തിനും അതിന്റേതായ പ്രാധാന്യമുള്ള ഒരു സംഗീതം പോലെ തോന്നും. ഓരോ രാവിലെയും നമ്മൾ ഉണരുന്നത് ഒരു അദൃശ്യ മത്സരത്തിലേക്കാണ്. ജോലി, പണം, ബഹുമാനം, ബന്ധങ്ങൾ, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ. എന്നാൽ ഉള്ളിലെ മനസ്സ് അശാന്തമാണെങ്കിൽ പുറമേ നേടുന്ന ഒരു വിജയവും നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകില്ല. തിരമാലകളാൽ പ്രക്ഷുബ്ധമായ ഒരു കടലിന് ഒരു പ്രതിബിംബത്തെയും വ്യക്തമായി കാണിക്കാൻ കഴിയാത്തതുപോലെ അശാന്തമായ മനസ്സിന് ജീവിതത്തിലെ ഒരു സത്യവും വ്യക്തമായി ദർശിക്കാനാവില്ല. എന്നാൽ മനസ്സ് ശാന്തവും സ്ഥിരവുമാകുമ്പോൾ ജീവിതത്തിന്റെ ചിത്രം സ്വയം വ്യക്തത പ്രാപിക്കും. മനസ്സ് സ്ഥിരമാകുമ്പോൾ നമ്മൾ വെറും പ്രതികരിക്കുന്നത് നിർത്തും. പകരം ആലോചിച്ച് മറുപടികൾ നൽകാൻ തുടങ്ങും. ഉദാഹരണത്തിന്, ആരെങ്കിലും ദേഷ്യത്തോടെ സംസാരിച്ചാൽ മുൻപ് നമ്മൾ പെട്ടെന്ന് കോപിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരുപക്ഷെ അവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യും. ജീവിതത്തിന്റെ ഗതി മാറുന്നത് ഇവിടെ നിന്നാണ്. മനസ്സ് സ്ഥിരമായാൽ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ തകരുകയില്ല. പകരം ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ശ്രദ്ധയോടെ മുന്നോട്ടുപോയി കൂടുതൽ തിളങ്ങാൻ തുടങ്ങും. വേദന ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒന്നല്ല, അതൊരു ഗുരുവിനെപ്പോലെയായിരിക്കും. പരാജയം ഇപ്പോൾ നാണക്കേടുണ്ടാക്കില്ല, അതൊരു പാഠമായി മാറും. ഒറ്റപ്പെടൽ ഇനി ഭാരമായി തോന്നില്ല, അത് നമ്മളെത്തന്നെ തിരിച്ചറിയാനുള്ള ഒരവസരമായി മാറും. ഒരു കുട്ടിയുണ്ടായിരുന്നു. പേര് പ്രധാനമല്ല, കഥയാണ് മുഖ്യം. അവൻ എപ്പോഴും ദേഷ്യത്തിലായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിച്ച് അസ്വസ്ഥനാകുമായിരുന്നു. ഒരു ദിവസം അവന്റെ അമ്മ പറഞ്ഞു, "മോനെ, നീ ശാന്തനായിരിക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്." ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അന്നാണ് അവൻ ആദ്യമായി തന്റെ ദേഷ്യത്തെയും അസ്വസ്ഥതകളെയും നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പതിയെ പതിയെ അവൻ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. അവൻ TV ഓഫ് ചെയ്യുകയോ മൊബൈൽ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. പക്ഷേ കുറച്ചുകൂടി നേരം സ്വയം സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ജീവിതം മാറുകയും ചെയ്തു. അവൻ കൂടുതൽ ശ്രദ്ധിക്കാനും കുറവ് സംസാരിക്കാനും തുടങ്ങി. കൂടുതൽ പുഞ്ചിരിക്കാനും കുറവ് ദേഷ്യപ്പെടാനും തുടങ്ങി. അവൻ മറ്റുള്ളവരുമായിട്ടല്ല, സ്വയം ബന്ധപ്പെടാൻ തുടങ്ങി. മനസ്സ് സ്ഥിരമാകുമ്പോൾ ഒരു വ്യക്തി പുറംലോകവുമായി അധികം കലഹിക്കാതെ സ്വന്തം ഉള്ളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര കഠിനമാണെങ്കിലും ഏറ്റവും ആഴമേറിയതാണ്. മനസ്സ് സ്ഥിരമാകുമ്പോൾ തീരുമാനങ്ങളെടുക്കാൻ തിടുക്കം കാണിക്കില്ല. വികാരങ്ങളുടെ ഒഴുക്കിൽ തീരുമാനങ്ങൾ ഒഴുകിപ്പോകില്ല. പകരം വിവേകത്തോടെയും ശാന്തമായ മനസ്സോടെയും അവ എടുക്കപ്പെടും. ജീവിതം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വിരിയുന്നത് ഇവിടെ നിന്നാണ്. ചില ആളുകൾ അധികം സംസാരിക്കാറില്ലെങ്കിലും അവർ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരാകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം അവരുടെ മനസ്സ് ലളിതവും ശുദ്ധവും സ്ഥിരവുമാണ്. ചുറ്റുമുള്ളവരെയും ശാന്തരാക്കാൻ അവർക്ക് കഴിയും. സ്വന്തം ഉള്ളിൽ നിന്ന് സമാധാനം നൽകുന്ന ഒരുതരം ഊർജം അവരിൽ നിന്ന് പ്രസരിക്കുന്നത് പോലെയാണത്. നിങ്ങളുടെ മനസ്സ് സ്ഥിരമായാൽ പുറമെ എന്ത് സാഹചര്യം വന്നാലും നിങ്ങൾ സന്തുലിതാവസ്ഥ നിലനിർത്തും. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി നിങ്ങൾക്കിനി നെട്ടോട്ടമോടേണ്ടി വരില്ല. ഓരോ കാര്യവും വേഗത്തിൽ തീർക്കാനുള്ള തിടുക്കം നിങ്ങളെ അലട്ടില്ല. പകരം നിങ്ങൾ ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിക്കാൻ തുടങ്ങും. ഒപ്പം സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയും ചെയ്യും. മനസ്സിന്റെ സ്ഥിരത നിങ്ങളെ ശക്തനാക്കുന്നത് ബാഹ്യമായ ശക്തികളിലൂടെയല്ല, മറിച്ച് ആത്മജ്ഞാനത്തിലൂടെയാണ്. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദനായിരിക്കണം, എപ്പോൾ നിർത്തണം, എപ്പോൾ മുന്നോട്ടു പോകണം, എപ്പോൾ സ്വീകരിക്കണം, എപ്പോൾ ഉപേക്ഷിക്കണം എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഏറ്റവും മനോഹരമായ കാര്യം, മനസ്സ് സ്ഥിരമാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം അനുഭവപ്പെടും. ഒരു കപ്പ് ചായ പോലും സമാധാനം നൽകും. വെയിലത്തിരിക്കുന്നത് ധ്യാനം പോലെ തോന്നും. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് പോലും ഹൃദയസ്പർശിയായ ഒരു സംഭാഷണമായി മാറും. എന്നാൽ ആ സാധാരണക്കാരന്റെ ഉള്ളിൽ ശാന്തവും സജീവവും മനോഹരവുമായൊരു ലോകം മുഴുവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ ബഹളങ്ങളില്ല, അസ്വസ്ഥതകളില്ല, സന്തോഷത്തിന്റെ തിരമാലയും സ്ഥിരമായ മനസ്സിൽ നിന്നുള്ള ശാന്തിയും മാത്രം. രാവിലെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ്, ചായയുടെ ആദ്യ കവിൾ, പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരി, ജോലിയിലെ ചെറിയ വിജയങ്ങൾ, ഇവയെല്ലാം നമുക്ക് യഥാർത്ഥ സുഖം നൽകുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ഒരു ചോദ്യമുയരുന്നു. ഇതെല്ലാം നമ്മുടെ ചുറ്റുമുണ്ടായിട്ടും നമ്മൾ ഉള്ളിൽ ഇത്ര അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ്? ഈ അസ്വസ്ഥത പുറം ലോകത്തുനിന്ന് വരുന്നതല്ല, മറിച്ച് കഴിഞ്ഞകാലത്തെ പശ്ചാത്താപങ്ങളിലും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലും എപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന മനസ്സിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ അശാന്തമായ മനസ്സാണ് നമ്മുടെ സന്തോഷങ്ങളെ ഉള്ളിൽ നിന്ന് പതിയെ ഇല്ലാതാക്കുന്നത്. വീടും ജോലിയും കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം ഉണ്ടായിട്ടും മനസ്സ് അശാന്തമാണെങ്കിൽ ഒരാൾക്ക് ഒന്നിന്റെയും സന്തോഷം അനുഭവിക്കാനാവില്ല.
അവന്റെ ചിരി വ്യാജമായി തോന്നാം, വാക്കുകൾക്ക് ഭാരമില്ലാതാകാം, കണ്ണുകളിൽ എപ്പോഴും ഒരുതരം ശൂന്യത തളം കെട്ടി നിൽക്കാം. അവനുപോലും തിരിച്ചറിയാനാവാത്ത, പൂർത്തിയാകാത്ത ഒരസ്വസ്ഥതയാണത്. അശാന്തമായ മനസ്സിന്റെ ഏറ്റവും വലിയ വഞ്ചന ഇതാണ്. പുറമേയുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയൂ എന്ന് അത് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. പ്രൊമോഷൻ കിട്ടുമ്പോൾ, പ്രിയപ്പെട്ടവർ നമ്മളെ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ സന്തോഷിക്കാം എന്നാണത് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ പുറത്ത് എന്തുതന്നെ മാറിയാലും മനസ്സ് ഉള്ളിൽ നിന്ന് ശാന്തമല്ലെങ്കിൽ നമ്മുടെ വാതിൽക്കൽ കാത്തുനിൽക്കുന്ന സന്തോഷത്തിനു പോലും ഉള്ളിലേക്ക് വരാൻ ഭയമാകും. അശാന്തമായ മനസ്സ് എല്ലാത്തിനെയും സങ്കീർണമാക്കുന്നു. സന്തോഷങ്ങളെ സ്വീകരിക്കുന്നതിനു പകരം അത് അവയെ സംശയത്തോടെ വീക്ഷിക്കുന്നു. സ്നേഹത്തെ തിരിച്ചറിയുന്നതിനു പകരം അതിൽ വഞ്ചന കണ്ടെത്തുന്നു. വിജയത്തെ ആസ്വദിക്കുന്നതിനു പകരം അടുത്ത ലക്ഷ്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ഒരു സാധാരണ ചായയെപ്പോലും നമ്മൾ അമൃത് എന്ന പോലെ സ്നേഹത്തോടെ കുടിക്കും. എന്നാൽ മനസ്സ് അശാന്തമാകുമ്പോൾ അതേ ചായ കൈപ്പേറിയതായി തോന്നും. കാരണം സ്വാദിനല്ല മാറ്റം വന്നത്, മറിച്ച് അനുഭവിക്കുന്ന മനസ്സിനാണ്. അശാന്തമായ മനസ്സ് ബന്ധങ്ങളെയും നശിപ്പിക്കും. അവനെന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? എന്റെ നല്ലവശം മുതലെടുക്കുകയാണോ? എന്തിനാണ് ഞാൻ എപ്പോഴും മറ്റുള്ളവർക്കുവേണ്ടി മാത്രം കഷ്ടപ്പെടുന്നത്? എന്നിങ്ങനെ അത് നമ്മളെ നിരന്തരം സംശയത്തിലാക്കുന്നു. ഈ ചോദ്യങ്ങളുടെയെല്ലാം വേരുകൾ മറ്റെവിടെയുമല്ല, നമ്മുടെ അശാന്തമായ മനസ്സിലാണ് വളരുന്നത്. പതിയെ പതിയെ ഈ മനസ്സ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ആസ്തിയായ വിശ്വാസത്തെയും തകർക്കുന്നു. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ഒരു കാര്യവും നന്നായി തോന്നുന്നില്ലെന്ന്, ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന്, ആരെയും കാണാൻ ആഗ്രഹമില്ലെന്ന്. ഈ അവസ്ഥകളെ നമ്മൾ സാഹചര്യങ്ങളുടെ പേരിൽ ഒതുക്കാറുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും, യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷത്തിലേക്കുള്ള വഴിയിൽ കല്ലുകൾ വെച്ചതെന്ന്. നമ്മുടെ അശാന്തമായ മനസ്സുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അശാന്തമായ മനസ്സ് ഓരോ ചെറിയ കാര്യത്തെയും വലുതാക്കുന്നു. ആരെങ്കിലും അബദ്ധവശാൽ മറുപടി നൽകാതിരുന്നാൽ അവർ നമ്മളെ അവഗണിക്കുകയാണെന്ന് നമ്മൾ ധരിക്കും. ആരെങ്കിലും സംസാരിക്കുന്ന രീതിയിൽ ചെറിയ മാറ്റം വന്നാൽ അവർക്ക് ദേഷ്യമാണെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളെയും നമുക്കെതിരായി കാണാൻ തുടങ്ങുന്നു. ഈ ചിന്ത പതിയെ പതിയെ നമ്മളെ ആളുകളിൽ നിന്ന് അകറ്റുകയും സന്തോഷത്തിൽ നിന്ന് ദൂരെയാക്കുകയും ഒരു കാരണവുമില്ലാതെ വന്നിരുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്തോഷിക്കാൻ അവർക്കധികമൊന്നും വേണ്ട. ഒരു ചെറിയ കളിപ്പാട്ടമോ വർണ്ണബലൂണോ മധുരമുള്ള ലഡ്ഡുവോ മതി അവർക്ക് പൊട്ടിച്ചിരിക്കാൻ. എന്തുകൊണ്ട്? കാരണം അവരുടെ മനസ്സ് ശാന്തമാണ്. അവർ വർത്തമാനത്തിൽ ജീവിക്കുന്നു. എന്നാൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ മനസ്സ് ഭയം, സംശയം, അരക്ഷിതാവസ്ഥ, താരതമ്യം, അമിത പ്രതീക്ഷകൾ എന്നിവയാൽ നിറഞ്ഞു തുടങ്ങുന്നു. ഇവയെല്ലാം ചേരുമ്പോൾ നമ്മുടെ മനസ്സ് അശാന്തമാകുന്നു. അശാന്തമായാൽ പുറമെയെല്ലാം നേടിയിട്ടും ഒരാൾക്കുള്ളിൽ ശൂന്യത അനുഭവപ്പെടും. അവൻ ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്നു, ചിരിക്കുമ്പോഴും ദുഃഖിതനാകുന്നു, മുന്നോട്ടു പോകുമ്പോഴും പിന്നിലായിപ്പോകുന്നു. പഠനത്തിൽ മിടുക്കിയും കഠിനാധ്വാനിയും സംസ്കാരസമ്പന്നയുമായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. എന്നാൽ അവളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. താൻ മറ്റുള്ളവരെക്കാൾ പിന്നിലാണെന്നും ആളുകൾ തന്നെ ബഹുമാനിക്കുന്നില്ലെന്നും തനിക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്നും അവൾക്കെപ്പോഴും തോന്നി. എല്ലാം ഉണ്ടായിട്ടും അവളുടെ മനസ്സ് അശാന്തമായിരുന്നു. ആ അശാന്തി അവളുടെ ഉറക്കം കെടുത്തി, ആത്മവിശ്വാസമില്ലാതാക്കി. അവസാനം അവളുടെ മുഖം പോലും ക്ഷീണിച്ചതായി തോന്നി. പിന്നീട് ഒരു ദിവസം അവൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചു: ഞാൻ ശരിക്കും ഇത്രയധികം വിഷമത്തിലാണോ, അതോ എന്റെ മനസ്സ് എന്നെ ഇത് കാണിക്കുകയാണോ? അവിടെ നിന്നാണ് മാറ്റത്തിന്റെ തുടക്കം. അവൾ സ്വയം സംസാരിക്കാനും ക്ഷമിക്കാനും പഠിച്ചു. എല്ലാ ദിവസവും അല്പസമയം നിർത്തി ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചു തുടങ്ങി. പതിയെ അവളുടെ മനസ്സ് ശാന്തമാകുകയും അതോടൊപ്പം അവളുടെ ജീവിതം തന്നെ മാറിമറിയുകയും ചെയ്തു. കാരണം മനസ്സ് ശാന്തമാകുമ്പോൾ പുറംലോകം മാറിയില്ലെങ്കിലും അതിനെ കാണുന്ന നമ്മുടെ രീതി മാറും. അപ്പോൾ അതേ പഴയ ബന്ധങ്ങൾ പോലും പുതുമയുള്ളതായി തോന്നും. അതേ ചെറിയ മുറി ഒരു ക്ഷേത്രം പോലെയും നമ്മൾ വീണ്ടും പൂർണ്ണരായും അനുഭവപ്പെടും. അശാന്തമായ മനസ്സ് നമ്മുടെ പക്കലുള്ളതെല്ലാം കവർന്നെടുക്കുന്നു. സമാധാനം, അടുപ്പം, സംതൃപ്തി, എല്ലാറ്റിനും ഉപരിയായി ജീവിക്കാനുള്ള ആഗ്രഹം പോലും. എന്നാൽ ഈ മനസ്സിനെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ ഇതേ അശാന്തമായ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയരാറുണ്ട്: മനസ്സിനെ എങ്ങനെ സ്ഥിരപ്പെടുത്താം? നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനായി ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ അലഞ്ഞുതിരിയുന്നതായി തോന്നാം. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, മനസ്സിനെ തടയാൻ കഴിയില്ല, അതൊരു പക്ഷിയെപ്പോലെയാണെന്ന്. എന്നാൽ സത്യമെന്തെന്നാൽ മനസ്സിനെ തടയുകയല്ല, മറിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരു കുട്ടിയെ നമ്മൾ വീണ്ടും വീണ്ടും നിശബ്ദനാക്കാൻ ശ്രമിച്ചാൽ അവൻ കൂടുതൽ കരയും. അതുപോലെ മനസ്സിനെ നിർബന്ധിച്ച് ശാന്തമാക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ബഹളം വയ്ക്കും. മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ ആദ്യത്തെ ചുവട് അതിനെ നിരീക്ഷിക്കുക എന്നതാണ്. മനസ്സിനോട് കലഹിക്കുകയോ അതിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്യാതെ ശാന്തമായി നോക്കുക. രാവിലെ ഉറക്കമുണരുമ്പോൾ മൊബൈൽ നോക്കുന്നതിനു പകരം 5 മിനിറ്റ് സ്വയം സംസാരിക്കുന്ന ശീലം വളർത്തുക. ഒന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങുക.
ഓരോ ശ്വാസത്തിലും സ്വയം ബന്ധപ്പെടുക. പതിയെ പതിയെ ഓടിക്കൊണ്ടിരുന്ന ചിന്തകൾ മന്ദഗതിയിലാകും. രണ്ടാമത്തെ വഴി എഴുതുക എന്നതാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു ഡയറിയിൽ എഴുതാൻ തുടങ്ങുക. നിയമങ്ങളോ ഭാഷയോ ഇല്ലാതെ മനസ്സ് പറയുന്നത് പോലെ എഴുതുക. ഇത് നിങ്ങളുടെ വികാരങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് തുല്യമാണ്. ഒരു മുറി വൃത്തിയാക്കുന്നതുപോലെ മനസ്സിനും ശുചീകരണം ആവശ്യമാണ്. മൂന്നാമത്തെ മാർഗം ഒരു ചിട്ടയായ ദിനചര്യ ഉണ്ടാക്കുക എന്നതാണ്. അനിശ്ചിതത്വമുള്ളിടത്ത് മനസ്സ് അശാന്തമാകും. ജീവിതത്തിൽ ഒരു ചിട്ടയോ അച്ചടക്കമോ ഇല്ലെങ്കിൽ മനസ്സ് ചിതറിപ്പോകാൻ തുടങ്ങും. എല്ലാ ദിവസവും ഉണരേണ്ട സമയം, ഭക്ഷണം കഴിക്കേണ്ട സമയം, ജോലി ചെയ്യേണ്ട സമയം എന്നിവ നിശ്ചയിക്കുക. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും നിയമങ്ങൾ ഇഷ്ടമാണ്. കാരണം നിയമങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഏകാന്തതയിൽ സമയം ചെലവഴിക്കുക എന്നതാണ് വളരെ ഫലപ്രദമായ ഒരു മാർഗം. എല്ലാ ദിവസവും കുറച്ചുനേരം സ്വന്തമായിരിക്കുക. ഫോണോ ബഹളങ്ങളോ ജോലിയോ ഇല്ലാതെ ഒരു പാർക്കിലിരിക്കുകയോ ടെറസിലിരിക്കുകയോ അല്ലെങ്കിൽ കണ്ണടച്ച് വെറുതെ ഇരിക്കുകയോ ചെയ്യാം. തുടക്കത്തിൽ അസ്വസ്ഥത തോന്നിയേക്കാം, എന്നാൽ മാറ്റം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആഴമുള്ള വെള്ളത്തിലേക്കിറങ്ങുമ്പോൾ ആദ്യം ഭയം തോന്നുമെങ്കിലും ഉള്ളിലെത്തുമ്പോൾ ഒരു അത്ഭുതകരമായ ശാന്തത ലഭിക്കുന്നതുപോലെയാണിത്. പ്രകൃതിയോട് ചേരുന്നത് മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നൊരു ആഴമേറിയ മാർഗമാണ്. ചെടികളെ നോക്കുന്നതും മരത്തണലിലിരിക്കുന്നതും തുറന്ന ആകാശം കാണുന്നതുമെല്ലാം മനസ്സിനെ അതിന്റെ യഥാർത്ഥ താളവുമായി ബന്ധിപ്പിക്കുന്നു. കാരണം മനസ്സ് എത്രത്തോളം കൃത്രിമലോകത്തിൽ മുഴുകുന്നുവോ അത്രത്തോളം അശാന്തമാകും. എന്നാൽ അത് പ്രകൃതിയിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തം വീട് കണ്ടെത്തിയതുപോലെയാകും. ഇനി ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും ശക്തവുമായ ഒരു അഭ്യാസത്തെക്കുറിച്ച് പറയാം. ധ്യാനം. ധ്യാനം എന്നാൽ നിങ്ങളുടെ ബോധത്തെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ബുദ്ധിമുട്ടുള്ള വാക്കുകളോ നിഗൂഢമായ പ്രക്രിയകളോ ഒന്നുമില്ല. വെറും ഇപ്പോൾ ജീവിക്കുക. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ആ രുചി മാത്രം അനുഭവിക്കുക. നടക്കുമ്പോൾ നിങ്ങളുടെ കാൽവെപ്പുകളുടെ ശബ്ദം ശ്രദ്ധിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ വർത്തമാനത്തിൽ മുഴുകുമ്പോൾ മനസ്സ് ഭൂതകാലത്തിന്റെയും ഭാവിയുടെയും കെണിയിൽ നിന്ന് പുറത്തുവരും. അവിടെ നിന്നാണ് അതിന്റെ സ്ഥിരത ആരംഭിക്കുന്നത്. മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ വലിയ പുസ്തകങ്ങൾ വായിക്കുകയോ മലയിൽ പോയി തപസ്സു ചെയ്യുകയോ വേണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ സത്യമെന്തെന്നാൽ മനസ്സ് എവിടെയാണോ ഏറ്റവും കൂടുതൽ അലഞ്ഞുതിരിയുന്നത് അവിടെ തന്നെ അതിനെ സ്ഥിരപ്പെടുത്താൻ കഴിയും. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾക്കൊരു സന്യാസിയാകേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാനും പതിയെ പതിയെ അത് കുറയ്ക്കാനും പഠിച്ചാൽ മതി. ഒരു ദിവസം 10 മിനിറ്റ് പോലും നമുക്ക് സ്വന്തമായി ഒരു ജോലിയുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ നൽകാൻ കഴിഞ്ഞാൽ പതിയെ ആ 10 മിനിറ്റ് നിങ്ങളുടെ ദിവസം മുഴുവൻ മാറ്റിമറിക്കും. മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്നത് ഒരു ദിവസത്തെ ജോലിയല്ല, അതൊരു അഭ്യാസമാണ്. നിങ്ങൾ സ്വയം നൽകുന്ന സ്നേഹമാണ്. ഏറ്റവും മനോഹരമായ കാര്യം, ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റാരുടെയും അംഗീകാരമോ സ്ഥിരീകരണമോ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് സ്വയം ബന്ധപ്പെടുന്നതിന്റെ സന്തോഷം മാത്രമാണ്. അതാണ് ഏറ്റവും യഥാർത്ഥമായ സന്തോഷവും. ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കീർണത ഇതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല. ദേഷ്യപ്പെടുന്നത് ശരിയല്ലെന്ന് നമുക്കറിയാം, എന്നിട്ടും നമ്മൾ ദേഷ്യപ്പെടുന്നു. കഴിഞ്ഞ കാലത്തെ മുറുകെ പിടിക്കുന്നത് അനാവശ്യമാണെന്ന് നമുക്കറിയാം, എന്നിട്ടും അതിനെ വിടാൻ നമുക്ക് കഴിയുന്നില്ല. ഈ അനന്തമായ ചക്രം നമ്മളെ വീണ്ടും വീണ്ടും അതേ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു. എവിടെ നിന്ന് പുറത്തുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് തന്നെ. ഓരോ തവണയും നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നു, ഇനി മാറും, ഇനി ധ്യാനിക്കും, ശാന്തമായിരിക്കും, സ്വയം ബന്ധപ്പെടും. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കുള്ളിലെല്ലാം തകരാൻ തുടങ്ങും. ചിലപ്പോൾ ഒരാളുടെ വാക്കുകൾ കൊണ്ട് മനസ്സ് ദുഃഖിതനാകും, ചിലപ്പോൾ പ്രതീക്ഷകൾ തകരും, മറ്റു ചിലപ്പോൾ പഴയ ഓർമ്മകൾ പെട്ടെന്ന് തിരിച്ചെത്തും. പിന്നീട് അതേ അശാന്തിയും അസ്വസ്ഥതയും ദുഃഖവും മനസ്സിന്റെ സ്ഥിരതയെ ഇല്ലാതാക്കുന്നതുപോലെ തോന്നും. എന്നാൽ സത്യമിതാണ്, ആരും നമ്മളെ ദുഃഖിപ്പിക്കാറില്ല. നമ്മൾ തന്നെയാണ് പഴയ മുറിവുകൾ വീണ്ടും കീറിമുറിക്കുന്നത്. വേദന നൽകിയ അതേ വഴികളിലേക്ക് നമ്മൾ തന്നെ മടങ്ങിച്ചെല്ലുന്നു. എന്തുകൊണ്ട്? കാരണം പരിചിതമായ വേദനയിലേക്ക് മടങ്ങിച്ചെല്ലുക എന്നത് മനസ്സിന്റെ ഏറ്റവും വലിയ ശീലമാണ്. അപരിചിതമായ സന്തോഷത്തേക്കാൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള വേദനയിലാണ് മനസ്സ് ആശ്വാസം കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഷൂവിനുള്ളിൽ ഒരു ചെറിയ കല്ല് കുടുങ്ങിയെന്ന് സങ്കൽപ്പിക്കുക. നടക്കുമ്പോഴെല്ലാം അത് വേദനയുണ്ടാക്കുന്നു. എന്നിട്ടും നിങ്ങൾ അതൊഴിവാക്കാതെ ഇതൊരു ശീലമായി എന്ന് സ്വയം പറയുന്നു. മനസ്സിന്റെ ദുഃഖവും അതുപോലെയാണ്. നമുക്ക് അതിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയുമെങ്കിലും ആ ദുഃഖത്തെ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. പുറം ലോകത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭാഷ മാറ്റാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് മനസ്സിന്റെ സ്ഥിരത തകരുന്നത്. നമ്മൾ സ്വയം എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ് നമ്മുടെ ചിന്തകളെയും അനുഭവങ്ങളെയും രൂപപ്പെടുത്തുന്നത്. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് മാത്രമെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ പരാജയപ്പെട്ടു എന്നെല്ലാം നമ്മൾ സ്വയം പറഞ്ഞാൽ ഈ വാക്കുകൾ നമ്മുടെ അവബോധ മനസ്സിൽ ആഴത്തിൽ വേരുന്നു.
പിന്നീട് അതേ വാക്കുകളും വികാരങ്ങളും നമ്മളെ വീണ്ടും ദുഃഖത്തിലേക്ക് വലിച്ചിഴയ്ക്കും. ഇനി ഈ ദുഷിച്ച ചക്രം ഭേദിക്കേണ്ട സമയമായി. സ്വയം ഒരു പുതിയ ഭാഷയിൽ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും മോശമായി തോന്നിയാൽ സ്വയം പറയുക, ഇതൊരു ക്ഷണികമായ അവസ്ഥയാണ്, ഇതും കടന്നുപോകും. ആരെങ്കിലും നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ പറയുക, ഒരുപക്ഷെ അയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാകില്ല, പക്ഷേ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു ലക്ഷ്യം തകർന്നാൽ പറയുക, ഇതൊരു അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കത്തിലേക്കുള്ള വഴിയായിരിക്കാം. മനസ്സിന്റെ സ്ഥിരത നിലനിർത്താനുള്ള ഏറ്റവും ആഴമേറിയ വഴി ഇതാണ്: സ്വയം ദയയോടെയും വിവേകത്തോടെയും സംസാരിക്കുക. കാരണം പുറം ലോകത്ത് നിങ്ങളെ തളർത്താൻ ആയിരക്കണക്കിന് ആളുകളുണ്ടാകാം. എന്നാൽ നിങ്ങൾ സ്വയം കൂടെ നിന്നാൽ ഒരു ദുഃഖത്തിനും നിങ്ങളെ വീണ്ടും വീണ്ടും വീഴ്ത്താൻ കഴിയില്ല. നമ്മുടെ വലിയൊരു തെറ്റിദ്ധാരണ ഇതാണ്: മനസ്സിനെ ശരിയാക്കാനും തെറ്റുകൾ തിരുത്താനും നിയന്ത്രിക്കാനും നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ മനസ്സിന് നിയന്ത്രണമല്ല വേണ്ടത്, മറിച്ച് മനസ്സിലാക്കലും വാത്സല്യവുമാണ്. പേടിച്ച് ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്ന കുട്ടിയെ സ്നേഹത്തോടെയും മനസ്സിലാക്കിയും സമീപിക്കുമ്പോൾ അവൻ മാറാൻ തുടങ്ങുന്നതുപോലെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നതിനു പകരം ചേർത്ത് പിടിക്കുമ്പോൾ അതിലും മാറ്റം വരും. ഇപ്പോൾ ചോദ്യം ഇതാണ്: നമ്മൾ ദുഃഖത്തെ എന്തിനാണ് ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? കാരണം ദുഃഖം മോശമാണെന്നും ഭയം മോശമാണെന്നും ഒറ്റപ്പെടൽ മോശമാണെന്നും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ദുഃഖം നമുക്ക് ആഴം നൽകുന്നു, ഭയം നമ്മളെ ധീരരാക്കുന്നു, ഒറ്റപ്പെടൽ നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ അവസരം നൽകുന്നു. നമ്മൾ ഓരോ തവണയും ദുഃഖത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു അപൂർണമായ തിരിച്ചറിവോ അല്ലെങ്കിൽ ജീവിതം വീണ്ടും ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാഠമോ ഉണ്ടാകാം. ആ ദുഃഖത്തെ നമ്മൾ കാണാനും മനസ്സിലാക്കാനും തുടങ്ങുമ്പോൾ ആ ദുഃഖം പതിയെ ഒരു ദിശാബോധത്തിലേക്ക് മാറും. മനസ്സിന്റെ സ്ഥിരത തകർന്നേക്കാം, എന്നാൽ അതിനെ വീണ്ടും നിർമ്മിക്കാൻ കഴിയും. ഓരോ തവണയും വീഴുമ്പോൾ എഴുന്നേൽക്കാൻ നമ്മൾ പഠിച്ചാൽ മനസ്സിന്റെ ഈ അസ്വസ്ഥത ഒരു ബലഹീനതയല്ലെന്നും മറിച്ച് അതിൽ നിന്നാണ് സ്ഥിരതയുടെ വിത്ത് മുളയ്ക്കുന്നതെന്നും മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദുഃഖത്തിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിനു പകരം നമ്മൾ എവിടെ നിന്നാണ് തകരുന്നത്, എവിടെ നിന്നാണ് ചിതറുന്നത്, ഏത് കാര്യമാണ് നമ്മുടെ മനസ്സിനെ ഇളക്കിമറിക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ തുടങ്ങുക. അവിടെ നിന്ന് തുടങ്ങുക, അവിടെ നിന്ന് സ്വയം വീണ്ടും കൂട്ടിച്ചേർക്കുക. ഓർക്കുക, മനസ്സ് സ്ഥിരമാകുമ്പോൾ ദുഃഖം പോലും ഒരു ഗുരുവാകും. ദുഃഖം നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, മറിച്ച് വഴി കാണിക്കുകയാണ് ചെയ്യുന്നത്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓരോ തവണയും ദുഃഖത്തിലേക്ക് മടങ്ങാതെ പകരം ഓരോ തവണയും പുതിയ ഉൾക്കാഴ്ചയോടും ശക്തിയോടും കൂടി മുന്നോട്ടു പോകുന്നു. ജീവിതം അതിവേഗത്തിലാണ്. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ പലതിനു പിന്നാലെ ഓടുന്നു. ചിലപ്പോൾ സമയത്തിനു പിന്നാലെ, ചിലപ്പോൾ ആളുകൾക്ക് പിന്നാലെ, മറ്റു ചിലപ്പോൾ സ്വന്തം പ്രതീക്ഷകൾക്ക് പിന്നാലെ. ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ നമ്മുടെ പക്കലുള്ള ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് മനസ്സാണെന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു. അതെപ്പോൾ തളർന്നു, എപ്പോൾ അശാന്തമായി എന്നുപോലും നമ്മൾ അറിയാറില്ല. അതുകൊണ്ട് മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ വളരെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ദിവസവും അല്പം സമയം സ്വയം നൽകുക. അധികമൊന്നും വേണ്ട, അല്പം മാത്രം മതി. എന്നാൽ ആ കുറഞ്ഞ സമയത്തിൽ ആഴവും സത്യസന്ധതയും ആത്മബന്ധവും ഉണ്ടായിരിക്കണം. ഇനി ചോദ്യം ഇതാണ്: മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ചെറിയ ശീലങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി അശാന്തിയെ സമാധാനമായും ഭയത്തെ വിശ്വാസമായും സമ്മർദ്ദത്തെ പുഞ്ചിരിയായും മാറ്റാൻ കഴിയുന്ന അഭ്യാസങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിനെ സ്ഥിരപ്പെടുത്താനുള്ള 8 ശീലങ്ങൾ. 1. രാവിലെ സ്വയം നൽകുന്ന സമയം. കണ്ണു തുറന്നയുടൻ മൊബൈൽ എടുക്കുന്നതിന് മുൻപ് 2 മിനിറ്റ് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ദിവസത്തിന്റെ തുടക്കം ശാന്തമായാൽ മനസ്സ് ദിവസം മുഴുവൻ സ്ഥിരമായിരിക്കാൻ ശ്രമിക്കും. 2. ധ്യാനം പരിശീലിക്കുക. 5 മിനിറ്റാണെങ്കിൽ പോലും ധ്യാനം പരിശീലിക്കുക. കണ്ണടച്ച് ഓരോ ശ്വാസത്തെയും ശ്രദ്ധിക്കുക. ചിന്തകളെ വെറുതെ നിരീക്ഷിക്കുക. ഈ നിരീക്ഷണം പതിയെ ധ്യാനമായി മാറും. അത് മനസ്സിനെ ക്രമേണ സ്ഥിരപ്പെടുത്തും. 3. ചിന്തകൾ ഡയറിയിൽ കുറിക്കുക. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് 5 മിനിറ്റ് നേരം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എഴുതുക. ഇത് മനസ്സിന്റെ ഭാരം കുറയ്ക്കാനുള്ളൊരു മാർഗമാണ്. 4. ഡിജിറ്റൽ ഡിറ്റോക്സിനായുള്ള നിമിഷങ്ങൾ. ദിവസത്തിൽ ഒരു സമയം മൊബൈൽ, TV, ലാപ്ടോപ്പ് എന്നിവയെല്ലാം ഓഫ് ചെയ്ത് ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കുക. നമ്മൾ സ്ക്രീനുകളിൽ തേടുന്ന സമാധാനം പ്രകൃതിയിലുണ്ട്. 5. കൃതജ്ഞതാശീലം. എല്ലാ ദിവസവും എന്തിനാണ് നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുന്നത് എന്ന് സ്വയം പറയുക. ഇത് നിങ്ങൾക്ക് ഇതിനകം ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അത് മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ തുടങ്ങും. 6. നോ പറയാൻ പഠിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് പലപ്പോഴും മനസ്സ് അശാന്തമാകാറുണ്ട്. സ്വയം സമയം നൽകാതിരിക്കുകയും അതിരുകൾ നിശ്ചയിക്കാതിരിക്കുകയും ചെയ്താൽ മനസ്സ് എപ്പോഴും ക്ഷീണിച്ച് അസ്വസ്ഥമായിരിക്കും. അതുകൊണ്ട് എപ്പോഴാണ് നോ പറയേണ്ടതെന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. 7. ദിവസവും കുറച്ച് നിശബ്ദത. ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ആരുമായും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഉള്ളിൽ നിന്നും പുറമെ നിന്നും ഒരു ചിന്തയുമില്ലാതെ നിശബ്ദമായിരിക്കുക. ഈ നിശബ്ദത മനസ്സിന്റെ ബഹളത്തെ ഇല്ലാതാക്കും. 8. ഒരു സമയം ഒരു ജോലി.
മൾട്ടിടാസ്കിംഗ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുമെന്ന് തോന്നുമെങ്കിലും ഇത് മനസ്സിനെ കൂടുതൽ തളർത്തുന്നു. ഒരേ സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് സ്ഥിരമാകുകയും മികച്ച ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. 9. ഓരോ ദിവസവും സന്തോഷത്തിനായി ഒരു കാര്യം ചെയ്യുക എന്നതാണ്. ഒരു പുസ്തകം വായിക്കുകയോ സംഗീതം കേൾക്കുകയോ ചെടികളോട് സംസാരിക്കുകയോ ചിത്രം വരയ്ക്കുകയോ ഒറ്റയ്ക്ക് നടക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് ആന്തരിക സന്തോഷം നൽകുന്ന ഏത് കാര്യവും മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്ന ഏറ്റവും നല്ല മരുന്നാണ്. 10. ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം ഓരോ ദിവസവും സ്വയം ഒരു വാഗ്ദാനം നൽകുക എന്നതാണ്. ഞാൻ എല്ലാം ശരിയാക്കുമെന്നോ ഇനി ഒരിക്കലും ദുഃഖിക്കില്ല എന്നോ ഉള്ള വലിയ വാഗ്ദാനങ്ങളല്ലിത്. മറിച്ച് തെറ്റുപറ്റാത്തത്ര ചെറിയ വാഗ്ദാനങ്ങൾ നൽകുക. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറും, ഇന്ന് ഞാൻ എന്നോട് തന്നെ ദേഷ്യപ്പെടില്ല, ഇന്ന് ഞാൻ ഏത് സാഹചര്യത്തിലും സ്വയം ചേർത്തുപിടിക്കും. ഈ ചെറിയ വാഗ്ദാനങ്ങളാണ് പതിയെ വലിയ മാറ്റങ്ങളായി മാറുന്നത്. ഈ ശീലങ്ങളെല്ലാം ഒരുമിച്ച് തുടങ്ങേണ്ടതില്ല. പതിയെ പതിയെ ഓരോന്നായി സ്വീകരിക്കുക. കാരണം മനസ്സിനെ മാറ്റിയെടുക്കുന്നത് ഒരു മത്സരമല്ല, ഇത് സ്നേഹത്തിന്റെ പാതയാണ്. നിങ്ങൾ എത്രത്തോളം സമയം നൽകുന്നുവോ, എത്രത്തോളം ആത്മബന്ധം നൽകുന്നുവോ, അത്രത്തോളം മനസ്സ് ശാന്തവും സ്ഥിരവും ആഴമേറിയതുമായി മാറും. നമ്മുടെ സന്തോഷങ്ങൾ പുറത്താണെന്ന്, ഒരു വ്യക്തിയിലോ ഒരു ലക്ഷ്യത്തിലോ ഭാവിയുടെ കാര്യത്തിലോ ആണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ സന്തോഷം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. നമ്മുടെ മനസ്സ് അത്രയധികം അസ്വസ്ഥമായതുകൊണ്ട് അതിനെ അനുഭവിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ഓരോ കൊടുങ്കാറ്റിനിടയിലും മനസ്സ് സ്ഥിരമാണെങ്കിൽ ജീവിതമാകുന്ന വഞ്ചി മുങ്ങില്ലെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ജീവിതം മാറ്റാൻ സാഹചര്യങ്ങളെയല്ല നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് മാറ്റേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളെല്ലാവരും ഈ യാത്രയിലാണ്. ചിലർ വേദനകളിൽ നിന്ന് ഒളിച്ചോടുന്നു, ചിലർ സമാധാനം തേടുന്നു, ചിലരാകട്ടെ സ്വന്തം ഉള്ളിലെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നു. എന്നാൽ മനസ്സാണ് ഉറവിടമെന്നും മനസ്സാണ് പാതയെന്നും മനസ്സാണ് ലക്ഷ്യമെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ ദുഃഖങ്ങളെ തടയാൻ കഴിഞ്ഞില്ലെങ്കിലും അവ നമ്മളെ തകർക്കില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ വെറും പുസ്തകങ്ങളിലെ തത്വങ്ങളല്ല. ഇത് ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന അനുഭവങ്ങളാണ്. എണ്ണമറ്റ മനുഷ്യരുടെ കണ്ണുകളിലും നിങ്ങളുടെയും എന്റെയും ശ്വാസത്തിലും ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളാണിവ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്ഥിരത കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും സ്വയം ഒരു ചെറിയ ചുവട് മുന്നോട്ട് വയ്ക്കുക. ഓർക്കുക, മനസ്സിനെ നിയന്ത്രിക്കുന്നവന് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കഴിയും. സ്വന്തം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനെ പുറംലോകത്തിന് ഒരിക്കലും ഇളക്കിമറിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ തിരമാലയെ ഉണർത്തേണ്ട സമയമാണ്. അത് പുറത്തെ ബഹളങ്ങളിൽ നിന്നല്ല, നിങ്ങളുടെ ശാന്തമായ സാന്നിധ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച എന്തെങ്കിലുമുണ്ടെങ്കിൽ ഇവിടെ മാത്രം നിർത്തരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. കാരണം അറിവ് അനുഭവമാകാത്തപ്പോൾ അത് വെറും വാക്കുകളായി മാത്രം നിലനിൽക്കും. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും സമാധാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം തീർച്ചയായും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായും പങ്കിടുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യം പറയുക. നിങ്ങളുടെ ഓരോ വാക്കും ഓരോ ഷെയറും ഞങ്ങൾക്ക് വെറും കണക്കുകളല്ല, നമ്മളെല്ലാവരെയും ഒരുമിച്ച് മികച്ചതും ശാന്തവും സ്ഥിരതയുമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ചുവടുകളാണവ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്വന്തം ഉള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മനസ്സിനെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏത് സാഹചര്യത്തിലും പുഞ്ചിരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. അതിനാൽ ഞങ്ങളോടൊപ്പം ചേരുക. കാരണം ഇതൊരു ചാനൽ മാത്രമല്ല, ഒരു നിശബ്ദ വിപ്ലവം കൂടിയാണ്. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക്, ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നന്ദി. ഒരു പുതിയ വെളിച്ചവും പുതിയ ചിന്തയും പുതിയ തുടക്കവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, നിങ്ങളുടെ മനസ്സിനെ സ്ഥിരപ്പെടുത്തുക മാത്രം ചെയ്യുക. സന്തോഷത്തിന്റെ തിരമാല തീർച്ചയായും വരും.